ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിനോടുള്ള റെസ്പോൺസ് ഓരോ പേഷ്യൻറ്റും വ്യത്യസ്തമായിരിക്കും. ചില പേഷ്യൻസ് ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്യും. ചില പേഷ്യൻസ് ഒരാഴ്ച എടുക്കും, 1 മാസം എടുക്കും, ചിലപ്പോൾ 3 തൊട്ട് 6 മാസം വരെ എടുക്കാം ഇമ്പ്രൂവ്മെൻറ്റ് സയൻസ് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നീട് ചെയ്യേണ്ടത് മെഡിക്കൽ തെറാപ്പിയുണ്ട്, ഫിസിയോതെറാപ്പിയുണ്ട്. മെഡിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി സ്ട്രോക്ക് വരാതിരിക്കാനും ഇപ്പോൾ ഉള്ള പ്രോബ്ലംസ് കൂടുതൽ വഷളാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതാണ്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ജീവിതശൈലി രോഗ, പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ തുടങ്ങിയത് ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്യണം. ഫ്രീക്വൻ്റ് ആയിട്ട് ഡോക്ടറെ കാണുകയും മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാ മാസത്തിലൊന്നെങ്കിലും, അറ്റ്ലീസ്റ്റ് മാസത്തിലൊന്നെങ്കിലും വന്ന് ഡോക്ടറെ കാണുക. മറ്റ് BP, ഷുഗർ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്യുകയും മരുന്നുകൾ മുടക്കുകയും ചെയ്യാൻ പാടില്ല. പിന്നീടുള്ളത് ഫിസിയോതെറാപ്പിയാണ്. അത് പേശികളുടെ ബലക്കുറവ് അനുസരിച്ചിരിക്കും. ചില പേഷ്യൻസിന് വളരെ മൈൽഡായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കാണത്തുള്ളൂ. അവർക്ക് 1 മാസമോ അല്ലെങ്കിൽ 1-2 മാസം മാത്രം ഫിസിയോതെറാപ്പി ചെയ്തു കഴിഞ്ഞാൽ മതിയാവും. ചില ആൾക്കാർക്ക് 3 തൊട്ട് 6 മാസമെങ്കിലും ഫിസിയോതെറാപ്പി ഡെയിലി ചെയ്യേണ്ടി വരും. അത് അവരുടെ ഡെഫിസിറ്റ് അനുസരിച്ചിരിക്കും. പിന്നെ വേണ്ടത് സ്പീച്ച് തെറാപ്പി. അതായത് ചില പേഷ്യൻസിന് സ്ട്രോക്കിന് ബലക്കുറവിനോടൊപ്പം തന്നെ സംസാരത്തിൽ കുഴച്ചിൽ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവ കാണും. അങ്ങനെയുള്ള പേഷ്യൻസിന് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണുകയും അത് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സംസാരത്തിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാം. പിന്നീട് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നുള്ള ഇമോഷണൽ സപ്പോർട്ട്. മിക്ക പേഷ്യൻസിന് സ്ട്രോക്ക് കഴിയുമ്പോൾ കുറച്ചൊരു ഡിപ്രസീവ് സിംറ്റംസും കാര്യങ്ങളൊക്കെ വരാം. കാരണം അവർക്ക് പഴയ പോലെ മൂവ് ചെയ്യാൻ പറ്റില്ല, പഴയ പോലെ പേശികൾക്ക് ബലം ഉണ്ടാവില്ല. അപ്പോൾ അത് അവരെ മാനസികമായി തളർത്താം. ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നുമുള്ള ഇമോഷണൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.